ഗുരുജി നമസ്കാരം. നമസ്കാരം. അത് അപ്പം നമുക്ക് ശങ്കരാചാര്യരായിട്ടുള്ള ഒരു സംശയങ്ങൾ നമുക്ക് നോക്കാം. ശങ്കരാചാര്യ സ്വാമികൾ ഒരു ഗ്രേറ്റ് ഫിലോസഫറായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ശ്രീബുദ്ധനും. ഇതിൽ നമുക്ക് ഇപ്പോൾ കാലടിയിലായതുകൊണ്ട് ഇവിടെയുള്ള കുറേ പേർക്കൊക്കെ ചിലപ്പോൾ മഠത്തിനെ കുറിച്ചിട്ടും സ്വാമികളെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ ആരോട് ചോദിച്ചാലും അറിയാവുന്നതും എല്ലായിടത്തും നമ്മൾ വീടുകളിലായാലും സ്റ്റാച്യൂസൊക്കെ വയ്ക്കുന്നതും ബുദ്ധൻ്റെയാണ്. എന്താണ് രണ്ടുപേരുടെയും സിഗ്നിഫിക്കൻസ്? അങ്ങേ ശങ്കരാചാര്യരെ ഒരു ഫിലോസഫർ ആക്കിയത് മനുഷ്യബുദ്ധിയുടെ അറിവില്ലായ്മ, ഒരു തത്വചിന്തയാണോ ആധ്യാത്മികത? അല്ലല്ലോ, അല്ലേ? അല്ല, തത്വചിന്തകനായിട്ട് കാണേണ്ടതല്ല. ഗുരു എന്ന് വെച്ചാൽ വ്യാപരിക്കുന്ന ഒരു പ്രാണനാണ്. ശരി. ശങ്കരൻ നിങ്ങളിലും പ്രവർത്തിക്കും, അത് പറയുന്ന ആളല്ല. ഗുരു വാക്കാൽ പറയുന്നതോ കുറച്ച് ടെക്നിക്സ് പഠിപ്പിച്ചു തരുന്ന ഒന്നുമല്ല. ഗുരു എന്ന് വെച്ചാൽ ഗുരുവായി ഉള്ളിൽ നിങ്ങളെ ഇരുത്തും. ഗുരു നിങ്ങളിൽ എന്ത് ചെയ്യും? ആവാഹനപ്പെടും. ഗുരുപൂജ ചെയ്യുന്ന എന്തിനാ? ആവാഹനം സമർപ്പയാമി എന്നാ പറയുന്നത്. ഗുരു ഉള്ളിലാണ് പ്രവർത്തിക്കുക, ഇൻസൈഡിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് ഗുരുവിനെ. ശരി. ഓ, ദൈവമല്ലേ നമ്മുടെ ഫിലോസഫർ. അത് ശക്തിയാ നമ്മളിൽ പ്രാപിച്ച് അതിന്റെ സ്പർശനം നമ്മൾ ലയിക്കുമ്പോൾ മാത്രമേ ആ പ്രാണം വ്യാപരിച്ചേ നമുക്ക് തിരിച്ചറിവുണ്ടാവുന്നുള്ളൂ. ശരി. പിന്നെ ചോദ്യം ഇതല്ലാത്തത് കൊണ്ടും ശങ്കരനും ബുദ്ധനും തമ്മിൽ നോക്കുമ്പോൾ ഞാൻ ബുദ്ധനെ എപ്പോഴും താഴ്ത്തി കിട്ടി പറയുന്ന ഒരാളാ. ശരി. ബുദ്ധൻ എന്ന് വെച്ചാൽ അദ്ദേഹം ശൂന്യതയിൽ എല്ലാത്തിനെയും കൊണ്ടുവന്ന് നിർത്തി. ശരി. ശൂന്യതയിൽ നിർത്തുമ്പം ശങ്കരൻ എല്ലാം പറഞ്ഞു. നമ്മൾ പറയല്ലേ, എൻലൈറ്റ്മെന്റിൽ ഒരു PhD ഉണ്ട്, ഒരു ഡിഗ്രി ലെവൽസ് ഉണ്ട്. ശരി. ബുദ്ധൻ 2 ഡിഗ്രി എടുത്തിട്ടുള്ള ശങ്കരൻ 1000 ഡിഗ്രി കൂടുതൽ 1000 എടുത്തു. ഒന്നാമത്തെ കാര്യം, ഒരു 32 വയസ്സുള്ള ചെറുക്കൻ, ഇന്ന് ഇതിന്റെ വാല്യൂ അറിയില്ല ഞാൻ പറയുന്നതിന്റെ, പക്ഷെ അടുത്തൊരു 25 വർഷം കഴിയുമ്പം ആൾക്കാര് ഡിപ്രഷനിലും ടെൻഷനിലും ലോകത്തുണ്ടാകുന്ന എല്ലാ കലാപങ്ങൾക്കും കാരണമാവുന്നത് സ്വയം മൂല്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴായിരിക്കും. മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തുന്ന ശാശ്വതത്വമായുള്ള ഒന്നാണ് സനാതനധർമ്മം. അതിന്റെ രൂപീകൽപ്പനപ്പെടുത്തിയ 32 വയസ്സാരൻ ചെറുക്കനെ കുറിച്ചാണ് പറയുന്നത്. അതൊരു ചെറുക്കനാണോ അതോ അത് ഒരു സാമൂഹിക അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് കൊടുത്ത വലിയൊരു അനുഗ്രഹത്തെ തീർത്ത ഒരാളാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്പിരിച്വൽ ലെവലില് ബുദ്ധൻ പറഞ്ഞു ദൈവവുമില്ല സൃഷ്ടിയുമില്ല.